പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്ളോഗ് ലോകം എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങളിതുവരെ കണ്ടിട്ടുള്ള ട്രാവൽ വീഡിയോസാണ്, അനുഭവ കഥകളാണ്, പിന്നെ എൻ്റെ കുറേ വാചകമാണ്. ഇന്നിപ്പം പാചകമാണ്. പാചകം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അടദോശ എന്ന് പറയും. വളരെ സ്വാദാണ് കഴിക്കാനായിട്ട്. ഇതാണ് അടദോശ. നമ്മുടെ കേരളീയർ മലയാളികൾ നന്നായിട്ട് കഴിക്കുന്ന ഒരു നല്ല സ്വാദുള്ള ഒന്നാണ്. അതിപ്പോൾ അരി വേണം, അതിൻ്റെ പ്രധാനമായിട്ട് അരി. ഇതൊരു സ്പെസിഫിക്കായിട്ട് കാണിക്കുന്നതാണ്, ചെറുതായിട്ട് ഒരു ഉദാഹരണത്തിന് കാണിക്കുന്നതാണ്. ഇതാ ഉലുവ പിന്നെ നല്ല പരിപ്പ്, സാമ്പാർ പരിപ്പ്, പിന്നെ ഉഴുന്ന് വേണം. ഇതാ ഉഴുന്ന്. ഇത് നമ്മൾക്ക് എത്ര വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അത് നോക്കിയിട്ട് വേണം ഈ അളവെടുക്കാനായിട്ട്. അതിൻ്റെ അളവ് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് മാറും. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചേച്ചി പറയും. ഇത് അരി, ഉഴുന്ന്, പരിപ്പ്, പിന്നെ ഇത് ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ അവരിൽ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ, അതും കൂടി ഉപയോഗിക്കും. അത് നല്ലതാണ്. കുറച്ച് കടല ഇട്ടാൽ അതിനും ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ സർവീസ് വേണമെങ്കിൽ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. മോസ്റ്റ്ലി എല്ലാവരും ഇങ്ങനത്തെ ഒരു ഐറ്റമാണ്. അരി, ഉഴുന്ന്, പിന്നെ നമ്മുടെ തൂരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഒരു പിഞ്ച്, അതായത് എന്താണ് ഉലുവ, ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് നമ്മൾ ഒരു കുതിർക്കാൻ വയ്ക്കണം. എല്ലാം നല്ലോണം കുതിർന്ന് കഴിഞ്ഞിട്ട് ഒരുമിച്ച് നമുക്ക് അരയ്ക്കാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ അരി, ഉഴുന്ന്, ചില സ്ഥലത്ത് ചെറുപയർ, പിന്നെ പരിപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒരു മിക്സിയിലിട്ട് അടിക്കും. ഇന്നത്തെ കാലത്ത് മിക്സിയാണല്ലോ. അത് കുതിർത്ത ശേഷം നമ്മൾ ഉള്ളി, പച്ചമുളക്, ചുവന്ന മുളക്, അതേപോലെ തന്നെ കുറച്ച് കായം, കുറച്ച് ജീരകം, പിന്നെ കുരുമുളക്, അതേപോലെ തന്നെ അല്പം കരിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കും മിക്സിയിൽ. എന്നെ സഹായിക്കുന്നത് എൻ്റെ ചേച്ചിയും അമ്മയുമാണ്. നിങ്ങൾക്ക് നല്ലൊരു വിഭവം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ദോശമാവിൻ്റെ പാകത്തിനാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ ഉപ്പ് വേണം ആവശ്യത്തിന്, അത് മറക്കരുത്. ഉപ്പ് നന്നായി അരഞ്ഞു. ഇങ്ങനെ നന്നായി അരഞ്ഞാൽ മാത്രമേ സ്വാദുണ്ടാവുള്ളൂ. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ട് കളറൊക്കെ കിട്ടും. അപ്പം നല്ലൊരു ഭംഗി അതിനുണ്ടാവും. ഇനി നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. അല്പം എണ്ണയൊക്കെ പുരട്ടി ചുട്ടെടുക്കാം. അപ്പോൾ എണ്ണ തേച്ചു. ഇനിയിപ്പോൾ നമുക്ക് കല്ലൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഒഴിക്കാം. അത് നല്ല ഷേപ്പിലെടുക്കാൻ നോക്കണം. എത്രയും കനം കുറഞ്ഞിരുന്നാൽ അത്രയും നല്ല, അത്രയും സ്വാദാണ്. പിന്നെ വേണമെങ്കിൽ ശകലം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം, അതിന് ടേസ്റ്റ് കൂട്ടും. എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർ ചേർക്കണ്ട. അല്ലേ തന്നെ നല്ല സ്വാദാണ്. ഒരു കൂട്ടാനിൻ്റെ കൂടെ വേണ്ട, നമുക്ക് കഴിക്കാൻ പറ്റും. സമയമാകുമ്പോഴത്തേക്ക് ഇത് മറിച്ചിടുക. പിന്നെ
പ്ലേറ്റ് ഇട്ടാൽ മതി. ഇത് നല്ലതാണ്. ഇതിപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാണ്, എങ്ങനെയുണ്ട് നോക്കാം. കഴിക്കാനാണ് എന്നെ കൂടി കൊള്ളാവുള്ളൂ, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. ഈ നമുക്കിപ്പോൾ സ്ത്രീകളുടെ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പക്ഷെ എന്നാലും എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്, വലിയ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഈ അടദോശ. അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു ഞാൻ തന്നെ ട്രൈ ചെയ്യാം, ഞാൻ തന്നെ ഉണ്ടാക്കാം. പിന്നെ ചേച്ചിയുടെ അമ്മയുടെ സഹായത്തോടു കൂടിയാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ ദോശയാണ് ഈ ഇടദോശ മുകളിലുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമില്ലല്ലേ? ഇത് ടേസ്റ്റൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ ഷേപ്പിലാണ് പ്രശ്നം. അത് സാരമില്ല എന്ന് വിചാരിക്കാം, കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. ഏതായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. നമ്മുടെ എൻ്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത്, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കൂടെ ഒന്ന് അടുക്കള കയറണം. അപ്പോഴേ അവരുടെ പാടൊക്കെ മനസ്സിലാവുള്ളൂ, സ്ത്രീകളുടെ പാടൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ അവരുടെ സംഭാവനകൾ ഓർക്കണം. എന്ത് ഭംഗിയുണ്ട് നോക്കി, ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്താൽ. ഇത് കാണുമ്പോൾ നമുക്ക് കൊതി വരുന്നില്ല കഴിക്കാനായിട്ട്. ഇത് ഇപ്പോൾ അരച്ച് ഇപ്പോൾ ചുട്ട് ഇപ്പോൾ തിന്നുന്ന ദോശ, അതായത് പുളിയില്ലാത്ത ദോശ. ഇതിനകത്ത് കായം, മല്ലിയില, കരിവേപ്പിലൊക്കെ ഇട്ട് നല്ലതായിട്ട് നല്ല സ്വാദുള്ളതാണ്. കൂടുതൽ ഇടുകയാണെങ്കിൽ അത്രയും കൂടുതൽ സ്വാദ് വരും. കായം ഏതായാലും ഇടണം. മല്ലിയിലയും കായമൊക്കെ ഇടുന്നത് പരിപ്പ് ചേർത്തതിൻ്റെ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയാണ്. നല്ല ടേസ്റ്റുള്ള ദോശയാണിത്. എൻ്റെ മകന് വലിയ ഇഷ്ടമുള്ള ദോശയാണിത്. ചില പുളിയില്ലാത്ത ദോശ തിന്നുമില്ല, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അത് ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുക. വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ അർത്ഥം. നിങ്ങളും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം. ഇതിപ്പം നന്നാവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചേച്ചിയും അമ്മയൊക്കെയാണല്ലോ എന്നെ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. ഇത് കഴിച്ചു നോക്കുക, യാതൊരു പ്രശ്നവും വയറിനുണ്ടാവില്ല. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്കറിയാം. നിങ്ങൾക്ക് കഴിച്ചുള്ള ഒരു അനുഭവം ഉണ്ടായി ഇല്ലേ? ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.